അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് 5 വക്ത് നിസ്കാരം. നമ്മുടെ ഇസ്ലാമിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് 5 വക്ത് നിസ്കാരം. നിസ്കാരത്തെ നിസാര കാര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നവരും അതുപോലെ തന്നെ ഖളാ ആക്കുന്നവരും നമുക്കിടയിൽ തന്നെ നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത ഒരുപാട് പേരുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അറിവുകളെ കുറിച്ചാണ് നമ്മുടെ ചാനലിൽ പറയാറുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു ലൈക്ക് കൂടി ചെയ്യുക. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്റുകളും ദുആകളും ചൊല്ലാനും ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്നാൽ മടി കാരണം അല്ലെങ്കിൽ ശൈത്താന്റെ പിശാചിന്റെ ഇടപെടൽ കാരണം കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാം നീട്ടി കൊണ്ടുപോയി ലാസ്റ്റ് നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരു വീഡിയോക്ക് താഴെ ഞാൻ കണ്ട ഒരു കമന്റാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ കാരണം. ഒരുപാട് പേർക്കുള്ള ചിന്തയാണ് എനിക്ക് മാറണം, ഇനി നന്നാവണം, ഇനി മുതൽ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് സൂറത്തുകളെ കുറിച്ചും കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ സൂറത്തുകൾ നിങ്ങൾ ഓതാൻ തുടങ്ങിയാൽ നിങ്ങളെ എല്ലാ മടിയും മാറിക്കിട്ടുന്നതാണ്. ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നോക്കാം. നിസ്കരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമെല്ലാം അല്ലാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുന്നതാണ്. രണ്ടാമത്തെ നേട്ടം ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടുന്നതാണ്. മൂന്നാമത്തെ കാര്യം വലതു കൈയിൽ കിതാബ് ലഭിക്കുന്നതാണ്. നാലാമത്തെ നേട്ടം സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കാവുന്നതാണ്. അഞ്ചാമത്തെ നേട്ടം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. ആറാമത്തെ കാര്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു എളുപ്പവും ബർക്കത്തും അല്ലാഹു തആല നൽകുന്നതാണ്. ഏഴാമത്തെ കാര്യം നമ്മുടെ എല്ലാ ദുആകളും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. എട്ടാമത്തെ കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നതാണ്. ഇനി ചെറിയ കാര്യങ്ങൾക്ക് പോലും നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്കും നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവരും ഇങ്ങനെ നിസ്കാരത്തിന് വില കൽപ്പിക്കാത്തവർക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷകൾ നോക്കാം. അങ്ങനെയുള്ളവരുടെ ആയുസ്സിൽ നിന്നും അല്ലാഹു ബർക്കത്ത് എടുത്തു കളയുന്നതാണ്. രണ്ടാമത്തെ കാര്യം മുഅ്മിനാണ് എന്ന അടയാളത്തെ അയാളുടെ മുഖത്തിൽ നിന്നും എടുത്തു കളയുന്നതാണ്. മൂന്നാമത്തെ കാര്യം അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകുകയില്ല. 4 അവരുടെ സൽപ്രവർത്തികൾ ആകാശത്തേക്ക് ഉയരുകയില്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ എന്നും ദുആ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു ദുആയും സ്വീകരിക്കുന്നില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എൻ്റെ നല്ല കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. അവര് കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ? 5 വക്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണോ? നിസ്കാരത്തെ വെറുതെ ഉപേക്ഷിക്കുന്നവരാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നതല്ല. അഞ്ചാമത്തെ കാര്യം സ്വാലിഹീങ്ങൾ നിസ്കരിക്കാത്തവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. ആറാമത്തെ കാര്യം അവരുടെ ഭക്ഷണത്തിലെ ബർക്കത്ത് അല്ലാഹു തആല എടുത്തു കളയുന്നതാണ്. ഏഴാമത്തെ കാര്യം നിസ്കാരം നിലനിർത്താത്തവർക്ക് തെറ്റിലേക്ക് പോവാനുള്ള സാധ്യത കൂടുന്നതാണ്. നിസ്കരിക്കാത്തവർക്ക് മരണസമയത്ത് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. മരണസമയത്ത് ഭക്ഷണം കിട്ടാതെ വിശന്നവനായി മരിക്കുന്നതാണ്, ദാഹിക്കുന്നവനായി മരണപ്പെടും. നിസ്കരിക്കാത്തവര് മഹ്ശറയിൽ എത്തുമ്പോൾ റബ്ബിന്റെ കോപവും പ്രയാസങ്ങളും അവരുടെ മേലുണ്ടാകും. നമുക്കെല്ലാവർക്കും കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് നിസ്കാരം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ചില സൂറത്തുകൾ നോക്കാം. ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൻ നഹ്ൽ. നഹ്ൽ സൂറത്ത് കൃത്യമായി 7 തവണ എല്ലാ ദിവസവും പതിവാക്കുക. നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും മടിയുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ആ ഒരു മടി മാറിക്കിട്ടാൻ ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാനും ഇബാദത്ത് ചെയ്യാനും അതിനുള്ള മടി മാറിക്കിട്ടാനും ഈ സൂറത്ത് കാരണമാകും. കൃത്യമായി നിസ്കാരം നിലനിർത്താനും നിസ്കാരം ഖളാ ആവാതെ നിസ്കരിക്കാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ദുആ ചെയ്യണം. രണ്ടാമത്തെ സൂറത്ത് അലം നശ്റഹ് സൂറത്താണ്. നിസ്കാര ശേഷം എല്ലാ ഫർള് നിസ്കാര ശേഷവും നമ്മുടെ ദിക്റുകളും ദുആകളുമെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അലം നശ്റഹ് സൂറത്ത് 3 തവണ ഓതുക. ഇതിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പതിവാക്കി നോക്കുക. നിങ്ങളുടെ എല്ലാ കാര്യത്തിലുള്ള മടി മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്, ആഗ്രഹങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിസ്കാരം നിലനിർത്താനും അതിനുള്ള വിധി ഉണ്ടാകാനും അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം.
നമ്മുടെ ദുആകളിൽ പ്രത്യേകം ചോദിക്കേണ്ടതാണ്. നമ്മുടെ ഈമാൻ നിലനിർത്താനും മരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മരണം നൽകാനും അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. എന്തെങ്കിലും പ്രയാസം കാരണം വേറെ അമലുകളൊന്നും ചെയ്യാൻ കഴിയാത്തവരാണെങ്കിലും നിസ്കാരം നമ്മളെല്ലാവരും നിലനിർത്തണം. അതിന് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ഫറലായ കാര്യങ്ങളിൽ നമ്മൾ മുടക്കം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ ദുആ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.